ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാ ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിയണം. പിന്നെ കാണാൻ പോകുന്ന എപ്പിസോഡിനകത്ത് സുസ്മിത എന്ന ജയിലിൽ വാഴ്ന്നു വന്ന ഉഗ്രൻ റൗഡിയെക്കുറിച്ചാണ് കേട്ടോ ഈ എപ്പിസോഡ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് നിങ്ങൾക്ക് കമൻസ് ഷാസ്ലൈസിനെ ആരും മറക്കണം കേട്ടോ. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം സുഖ സൗകര്യങ്ങളോടുകൂടി ചിറ്റപ്പൻ്റെ മോളായിട്ടുള്ള സുസ്മിത ജയിലിൽ സുഖിച്ച് ജീവിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് ജയിലർ വന്ന് പറയുന്നുണ്ട്, സുസ്മിതേ നീ ഇവിടെ തന്നെ ഇരിക്കുവാണോ, ഇതെന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കൂടെ ഈ ശല്യം ചെയ്യാൻ വരാൻ പാടില്ല. സുസ്മിതയുടെ എൻട്രിയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ സുസ്മിത ജയിലിനകത്ത് ജയിൽ വേഷത്തിനകത്താണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ജയിലിൻ്റെ സെല്ലാറിനകത്താണെങ്കിലോ ആവശ്യത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ, എയർ കൂളർ, ഫാന്, ബാക്കി എന്താണ് TV, എന്തൊക്കെ വേണോ, കട്ടിൽ, മെത്ത, എല്ലാ സൗകര്യവും, ഫ്രൂട്ട്സും കാര്യങ്ങളും സ്നാക്സൊക്കെ ആയിട്ട് TVയും കണ്ട് രസിച്ചിരുന്ന് ഉള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് അവിടെ അന്തസ്സായി സുഖിച്ച് ജീവിക്കുന്ന സുസ്മിതയാണ്. അതായത് ഒരു VIP കൾച്ചർ തന്നെയെന്ന് പറയാം കേട്ടോ. അപ്പോൾ സുസ്മിതേൻ്റെ അടുത്ത് വന്നിട്ട് ഈ ജയിലർ പറയുന്നുണ്ട്, സുസ്മിതേ നിന്നോടാ പറഞ്ഞ ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, പുറത്തിറങ്ങി വരാൻ വന്നത്. ഞാനൊരു പ്രോഗ്രാം കണ്ടില്ലേ, അതിനേക്കാൾ എന്ത് വലിയ പ്രോഗ്രാം നിങ്ങൾക്ക് പുറത്ത് കാണിക്കാനുള്ള എന്ന് പറഞ്ഞാൽ സുസ്മിത അവരോട് ദേഷ്യപ്പെടുമ്പം ആ ജയിലർ ലേഡിക്ക് ഭയങ്കരമായിട്ട് എന്താണ് അങ്ങ് ചൊറിഞ്ഞു കേട്ടോ. അപ്പം ജയിലർ പറഞ്ഞു, അതെ ഇത് നിൻ്റെ വീടല്ല, നീ ഇവിടെ ഒരു പ്രതിയാന്നുള്ള കാര്യം നീ കൂടെങ്കിലും ഓർക്കുന്നത് നല്ലതായിരിക്കും. അവർ സുസ്മിത പറയാം, ഞാൻ ആരാ നിങ്ങൾക്ക് അറിയാവോ, ഞാനേ ഒരു മേയറായിരുന്നു, ഇനിയേ പുറത്തിറങ്ങിയിട്ട് ഒരു മന്ത്രി വരെ ആകാൻ നിൽക്കുന്ന വ്യക്തി തന്നെ ഞാൻ. ഇപ്പോഴേ എൻ്റെ പിടിപാടിന് വലിയ കുറവൊന്നുമില്ല. പിന്നെ അതിനെല്ലാത്തിനേക്കാളും ഉപരി നിങ്ങളൊക്കെ വെറും കാക്കിയിട്ട പോലീസുകാർ, നിങ്ങളെക്കാളൊക്കെ മേലുള്ള ACP ചന്ദ്രബോസിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറഞ്ഞാൽ ചന്ദ്രബോസിൻ്റെ സ്വന്തം മകൾ എന്ന് തന്നെ പറയാം. അതാണ് ഈ സുസ്മിത. ആ സുസ്മിതയോട് കയറി ചൊറിയാൻ നിൽക്കുന്നതിന് ജയിലർ ഒന്ന് ആലോചിച്ചോണം. ഇനി ബാക്കി വരുന്ന പണി എവിടെ നിന്നായിരിക്കും എന്നുള്ള കാര്യം മറക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് സുസ്മിത വീണ്ടും ഭീഷണിപ്പെടുത്തിട്ട്, പിന്നെ വേറൊരു കാര്യം മറക്കണ്ട, ഇവിടുത്തെ MLAയുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ ഓച്ചാനിച്ചെന്ന് എനിക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുസ്മിത അടുത്ത് കയറി ഇങ്ങോട്ടേക്ക് ചിലയ്ക്കാൻ വന്നതിന് നിങ്ങളുടെ പണി പോയി നോക്കുന്ന പറയുമ്പം, സുസ്മിത ഇന്ന് പരിപാടിക്ക് നീ പുറത്തിറങ്ങി വന്നേ പറ്റത്തുള്ളൂ, എന്തൊക്കെ പറഞ്ഞാലും അത്രയ്ക്ക് വലിയ എന്ത് പ്രോഗ്രാം നിങ്ങളവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു എന്നെയും കൂടെ വിളിച്ച് പുറത്തിറക്കാന്ന് പറഞ്ഞാൽ സുസ്മിത എന്താണ് ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി തന്നെയാണ് കാണിക്കുന്നത്. സുസ്മിത അറിയുന്നില്ല സുസ്മിത ഇനി മീറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തി ആരാന്നുള്ള കാര്യം. അപ്പം ജയിലിനകത്ത് ഭയങ്കര എന്താണ് ഒരു ആഘോഷം തന്നെ നടക്കുവാണ്. അപ്പോൾ ഒരു സെലിബ്രേഷൻ നടക്കുന്ന ഒരു മോഡാണ് ആ ജയിലിൻ്റെ അകത്ത് തന്നെ. കാരണം ആ വനിതാ ജയിലിനകത്ത് എന്തോ ഒരു ആഘോഷം. അപ്പോൾ ഈ ആഘോഷത്തിൽ പ്രധാനമായി വരുന്ന വ്യക്തി, അത് ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്ന ആരാന്നറിയോ, നമ്മുടെ ശാലിനി വിഷ്ണു IAS തന്നെയാണ്. ജില്ലാ കളക്ടറായിട്ടുള്ള ശാലിനിയാണ് അവിടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത്. അപ്പം ഇതാണെങ്കിലോ ശാലിനിയാണ് അന്നത്തെ ദിവസത്തെ ചീഫ് ഗസ്റ്റ് എന്നൊന്നും അറിയാതെ ഇതെന്താ ഇവിടെ എന്തൊക്കെയോ ആഘോഷമല്ലോ, ഈ ആഘോഷം ചീഫ് ഗസ്റ്റായിട്ട് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ എന്നെ പിടിച്ച് പുറത്തിറങ്ങിയെന്നൊക്കെ ചോദിച്ചു വരുന്നത്. എങ്ങനെ ഇറക്കാതിരിക്കും, ഞാൻ ചിറ്റപ്പൻ്റെ ഫേവറേറ്റ് അല്ലേ, അതുകൊണ്ട് എന്നെ നീ ചിറ്റപ്പൻ്റെ കാര്യമൊന്നും കൂടുതൽ പറയേണ്ട സുസ്മിത. എന്നിട്ട് ഇത് ജയിലർ പറയുവാണ്, നിൻ്റെ ചിറ്റപ്പൻ മെല്ലെ നിനക്കും കൂടെ കമ്പനി തരാൻ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നിരിക്കും. പിന്നെ ഒരു കാര്യം, ഇത് വനിതാ ജയിലായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല, എന്തായാലും വേറൊരു ഭാഗത്തേക്ക് കാണും. എന്നാൽ ചിറ്റപ്പൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയോ? ചിറ്റപ്പൻ ട്രാൻസ്ഫറൊന്നും അല്ല, ചിറ്റപ്പനുണ്ടല്ലോ ACP ചന്ദ്രബോസ് ഇപ്പം ഒരു കേസിൻ്റെ കാര്യത്തിനകത്ത് നല്ലപോലെ കുടുങ്ങിയിരിക്കുക. എങ്ങനെ കൊടുങ്ങാതിരിക്കുക, നിന്നെ പോലെയുള്ള നല്ല ഫ്രോഡുകളുടെ കൂടെ ഫ്രോഡ് പരിപാടിക്ക് മാത്രം കൂട്ടുന്ന ശീലമല്ലേ ഉള്ളൂ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്ന് തന്നെയല്ലേ, അത് തന്നെ ചന്ദ്രബോസിൻ്റെ കാര്യത്തിൽ ഇനി സംഭവിക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രബോസിൻ്റെ പേര് പറഞ്ഞ് നീ ഇനി ഇവിടെ കിടന്ന് കൂടുതൽ ഞെളിയാൻ വേണ്ടി നിൽക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്താണ് പിന്നെ ആകപ്പാട് MLAയുടെ വ്യക്തി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ ഇപ്പോഴും ഇവിടെ സഹിച്ച് ഈ പറഞ്ഞ TVയും സൗകര്യങ്ങളൊക്കെ വെച്ചെന്ന് ഞങ്ങൾ ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനി എത്ര നാളത്തേക്കാന്നുള്ള കാര്യം കൂടെ പറയാൻ പറ്റില്ല. അടുത്ത ഇലക്ഷന് വരെ സുസ്മിത കാറ്റ് മാറി വീശുന്നിരിക്കും, പിന്നെ ഇതൊന്നും ഇവിടെ കിട്ടിയെന്നിരിക്കത്തില്ല, അതിന് അങ്ങ് ഭീഷണിപ്പെടുത്തുവാണ്. ഈ സുസ്മിത മനസ്സിൽ ചിന്തിക്കും, ചിറ്റപ്പൻ അകത്താവോ, എന്തായാലും അപ്പം ചിറ്റപ്പനെ നമ്പി എഴുതിട്ട് കാര്യമില്ല, ഇനി എങ്ങനെയെങ്കിലും MLAയോട് പറഞ്ഞ് എത്രയും ഇവിടെ നിന്ന് ബെയിലെടുത്ത് പുറത്തിറങ്ങിയേ പറ്റില്ല, അല്ലെങ്കിൽ ഇവൾമാരൊന്നും എനിക്കൊരു പട്ടിയുടെ വില പോലും തരത്തില്ല എന്ന് സുസ്മിത മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അപ്പോഴത്തേക്കും ശാലിനി അവിടെ ചീഫ് ഗസ്റ്റായിട്ട് അയ്യോ ഇവളാണോ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്. അപ്പോഴത്തേക്കും ലൈനി എല്ലാ പ്രതികളും നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ സുസ്മിത, ഇവളെന്നെ കാണല്ലേ ദൈവമേ, ഇത് എന്തോ ഒരു കഷ്ടകാലം, അവളുടെ മുന്നിൽ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയല്ലോ. അവൾ ജില്ലാ കളക്ടറും പ്രതിയായിട്ട് നിൽക്കേണ്ട വന്ന് സുസ്മിത, ഇത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. ഇതൊന്നും കാണാൻ വേണ്ടി ഇവിടെ സത്യഭാമ ഇല്ലാത്ത എൻ്റെ വലിയ മഹാഭാഗ്യം തന്നെ. UK ചന്ദ്രശേഖരൻ്റെയും രളയുടെ ഒക്കെ മോള എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇവർക്ക് എന്നെ ഒന്നും പുറത്തിറക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്നൊക്കെ സുസ്മിത അവിടെ കിടന്ന് മനസ്സിൽ പൊലമ്പിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും എല്ലാ പ്രതികളും വരിയായിട്ട് ലൈനിൽ നിൽക്കാൻ പറയും. സുസ്മിത തൻ്റെ മുഖം മാറ്റി പിടിച്ചിരിക്കുന്നത് ഷാലിയുടെ മുന്നിൽ പെടാതിരിക്കാം. അപ്പോൾ ഷാലി വന്നിട്ട് എന്താണ്, ജയിലിരിക്കുന്ന എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് വന്ന് സംസാരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ജയിലിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ തെറ്റ് ചെയ്തിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ അങ്ങനെ ഒരു തെറ്റിലേക്ക് പ്രേരിപ്പിച്ച ഒരു കാര്യങ്ങളായിരിക്കാം. പക്ഷേ നിങ്ങൾ ഇവിടെ തന്നെ എന്നും ഒരു
ക്രിമിനലായി തന്നെ പുറത്തും ജീവിക്കാൻ തന്നെയാണ് നിങ്ങളുടെ ഉദ്ദേശമല്ല. നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുന്ന പല വ്യക്തികളുണ്ടെന്ന് നിങ്ങളുടെ ജയിലർ എന്നോട് പറഞ്ഞു. അങ്ങനെ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഇവിടുന്ന് പുറത്തിറങ്ങാനുള്ള കാര്യം, ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുള്ള നിങ്ങളുടെ ഒരു പുതു ജീവിതം, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ നാട്ടുകാരൊക്കെ നിങ്ങളെ അംഗീകരിച്ച് ഇത്രയും ഒരു മാറ്റം വരുമോ? ഒരു തെറ്റ് ചെയ്ത വ്യക്തിക്കും തിരുന്നിക്കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. അവർ തന്നെ ഒരു മാതൃകയെ സമൂഹത്തിന് മാറും എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഓരോ വ്യക്തിയാണ് നിങ്ങൾ മാറണം. അങ്ങനെ ഇവിടെ നല്ല നടപ്പിൽ തന്നെ ജീവിച്ചു വരുന്ന വ്യക്തികൾ ആരൊക്കെയുണ്ടോ അവർക്ക് ജീവിതം പുറത്തിറങ്ങിയിട്ട് സെറ്റാക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ ചെയ്തുതരും. ശാലിനി വിഷ്ണു IASന്റെ വാക്കാണ്. നിങ്ങൾ ഓരോ വ്യക്തിക്കും ഞാൻ തരുന്ന ഉറപ്പായ വാക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ വന്നിട്ട് ശാലിനിയുടെ പ്രസംഗിക്കുമ്പോഴത്തേക്കും എല്ലാവരും കൈയടിക്കുക. ഓ, ഇവളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവൾ കളക്ടർ പണി നിർത്തിയിട്ട് ഇലക്ഷൻ നിന്നാൽ ഇവളെ എന്നെക്കാലം മനോഹരം സംസാരിച്ച് ജനങ്ങളെ കയ്യിലെടുക്കുള്ളൂ. എന്ത് പെട്ടെന്നാണല്ലേ ജയിലിലുള്ള ഈ അലവലാദികൾ പോലും ഇവൾ പറയുന്ന വാക്കായിട്ട് കൈയടിച്ചത്. ഓ, ഇവൾ കൈയടിയൊക്കെ നേടുന്നതെന്ന് പറഞ്ഞിട്ട് സുസ്മിതയ്ക്ക് ഭയങ്കര എന്താണ് ചങ്ക് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവൾ കാണല്ലേ എന്നെ എന്നുള്ള പ്രാർത്ഥനയായിട്ട് മാറി നിൽക്കുന്ന സുസ്മിതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശാലിനി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറായി ഇവിടെ നിൽക്കുന്നത് എത്ര പേരുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്കും പല ആൾക്കാരെന്താണ്, പല സ്ത്രീകളും അവർക്കൊരു മാറ്റം തയ്യാറാണ്. അവർ ജീവിതം വീണ്ടും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ എന്താണ് ഒരു ജയിൽ പുള്ളി എന്ന രീതിയിൽ അറിയപ്പെടാതെ നല്ലൊരു സമൂഹത്തിലെ ഏറ്റവും മാതൃകയായ ഒരു വ്യക്തിയായി മാറി എന്നറിയപ്പെടാൻ ആഗ്രഹമുള്ള പല സ്ത്രീകളെന്താണ് അവർ കൈ ഉയർത്തുകയാണ്. എല്ലാവരോടും ഞാൻ ഒരു വാക്ക് തരുന്നു. നിങ്ങൾ ഓരോരുത്തരുടെ ആഗ്രഹം പോലെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വ്യക്തിക്കും എന്താണോ ജീവിതത്തിൽ വേണ്ടത് അതനുസരിച്ച് തന്നെ ഞാൻ നിങ്ങളുടെ ലൈഫ് സെറ്റാക്കി തന്നു. ശാലിനി വീണ്ടും വാക്ക് കൊടുത്തിട്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ ഏറ്റവും പ്രധാന ചടങ്ങായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പം ഈ പറയുന്ന ജയിലിൽ ഇപ്പോൾ നല്ല നടപ്പിൽ തന്നെ ജീവിക്കുന്ന വ്യക്തികൾ, അതായത് ഏറ്റവും വേഗം തന്നെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ സാധ്യതയുള്ള വ്യക്തി എന്ന് തന്നെ ഞാൻ പറയും. ആ വ്യക്തികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. കാരണം ജയിലിലുള്ള വ്യക്തികളായ നിങ്ങൾ എന്തിനാണ് പുറത്ത് നടന്ന കാര്യം ആലോചിച്ച് നിങ്ങൾ ഇപ്പോഴും ഒരു കുറ്റവാളി എന്ന രീതിയിൽ തന്നെ ജീവിക്കണം? അല്ല, നിങ്ങൾ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയാണെന്ന് മാറ്റി നിങ്ങളെ തന്നെ ചിന്തിച്ച് മാറ്റും. അപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ മാറുന്ന കൊണ്ടൊരു ശാലി അടിപൊളിയായിട്ട് പ്രസംഗിക്കണം. അപ്പോൾ അത് കേട്ട് ഇവരെല്ലാം മോട്ടിവേറ്റ് ആവും. എന്നിട്ട് അതിനുശേഷം എന്താണ് ഈ ഓരോ വ്യക്തികളും ഒരു 5-6 സ്ത്രീകൾ, ആ സ്ത്രീകൾ നല്ല നടപ്പുള്ള സ്ത്രീകളായത് അവർക്ക് എല്ലാവർക്കും ശാലിനി എന്താണ് ഒരു പൊന്നാടയൊക്കെ അണിയിച്ചു കൊടുത്ത് അവരെന്താക്കുക അനുമോദിക്കുക. ഞാൻ ആ ജയിലിലെ എല്ലാ ഇൻമേറ്റ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികൾക്ക് കൊടുക്കാനായിട്ട് ഓരോ പാക്കറ്റ് കൊണ്ടുവന്നിട്ട് ആ പാക്കറ്റിൽ എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പം അത് ഓരോ വ്യക്തികൾക്കായി കൊടുക്കുക. കറക്റ്റ് ജയിലിൽ എത്ര പേരുണ്ടോ എണ്ണം നോക്കി മാത്രമാണ് ശാലിനി അത്രയും പാക്കറ്റ്സ് കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ ഓരോ വ്യക്തികളും വന്ന് അത് മേടിച്ച് അപ്പോൾ എല്ലാവരും മേടിച്ച് കഴിഞ്ഞിട്ട് ഒരു പാക്കറ്റ് എന്താണ് മിച്ചമാവും. അപ്പോൾ ശാലിനി വയ്ക്കുക ഒരു പാക്കറ്റും കൂടെ അവസാനിക്കുന്നുണ്ടല്ലോ, അപ്പം ആരാ മേടിക്കാത്ത എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ ക്യൂ നിൽക്കുന്ന ആൾക്കാരിനകത്തുള്ള സ്ത്രീകൾ പറയുന്നുണ്ട്, ദാ ഈ നിൽക്കുന്നവളാണ്, ഈ വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് നേരെ എന്താണ് സുസ്മിത എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ശാലിനിക്ക് ഈ സുസ്മിതയാണ് ആ സുസ്മിത എന്ന് കത്തുന്നില്ല. അപ്പോഴത്തേക്കും ഈ സുസ്മിത ആരാ നോക്കുമ്പോഴത്തേക്കും സുസ്മിത എന്താണ് മുഖം മറച്ചേക്കും. അയ്യോ കാണല്ലേ എന്നിട്ട് മാറി നിൽക്കുമ്പോഴത്തേക്കും ജയിലർ പറയും, സുസ്മിതേ നീ ഇങ്ങോട്ടേക്ക് വന്നോട്ടോ അതോ ഞാൻ അങ്ങോട്ട് വന്നോ? അപ്പോഴത്തേക്കും സുസ്മിത അവിടെ നിന്ന് അനങ്ങുന്ന പോലുമില്ല. അപ്പം കേട്ട ഭാഗം നടിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് പറയുവാണ് ജയിലർ പറയും, സുസ്മിതേനെ എന്താണ് കൈ രണ്ടും കെട്ടി വലിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പറയുമ്പോഴത്തേക്കും സുസ്മിത അയ്യോ അങ്ങനെ ഇവളുടെ മുന്നേ എന്നെ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ നാണക്കേടാവും, ഞാൻ തന്നെ അങ്ങോട്ടേക്ക് പോയി കളയാം, അല്ലെങ്കിൽ ഇനി ഇവളുടെ മുന്നിൽ ഇതിനേക്കാളും വലിയ നാണക്കേട് വരത്തില്ല. അങ്ങനെ സുസ്മിത നേരെ ശാലിനിയുടെ മുന്നിലേക്ക് തലയും താഴ്ത്തിക്കൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ശാലിനി സുസ്മിതയെ കാണുമ്പോൾ ശാലിനിക്ക് എന്താണ് ഭയങ്കര മനസ്സുകൊണ്ട് അത്രയ്ക്ക് സന്തോഷം ചിരിയും. അതുപോലെ തന്നെ ഇവളുടെ ആ ഒരു ഗതികെട്ട നിൽപ്പ് കണ്ട് ശാലിനിക്ക് ചിരി അടക്കാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇവളുടെ മുഖം കാണുമെന്ന് തീരാത്ത ദേഷ്യമുണ്ടല്ലോ. കാരണം ഇപ്പോഴും ഇവളുടെ ചിറ്റപ്പനാണല്ലോ വിഷ്ണുട്ടനെ കൊടുക്കാനായി ഇത്ര പകയോടുകൂടി ചെയ്തത്. ഇതിനെല്ലാം പിറകിലുള്ള മാസ്റ്റർ ബ്രെയിനിൽ ഇവളുണ്ടല്ലോ എന്ന രീതിയിൽ എന്താണ് ശാലിനി അവളെ നോക്കുന്നതിനെ കാണിക്കുന്നത്. അപ്പോൾ ശാലിനിയുടെ കയ്യിൽ നിന്ന് ഈ പാക്കറ്റ് പിടിക്കാൻ സുസ്മിതയ്ക്ക് അത്രയ്ക്ക് മടിഞ്ഞാൽ അത്രയ്ക്കും മടി. എന്നിട്ട് ചോദിക്കുന്നു, കണ്ടോ സുസ്മിതേ, കാലം മാറിയൊരു മാറ്റം കണ്ടോ? നീ പ്രതി എന്ന രീതിയിൽ നീ ഇവിടെ ജയിൽവാസിയായി നിൽക്കുന്നു. ഞാൻ നിനക്ക് സമ്മാനം തരാൻ വന്ന ജില്ലാ കളക്ടർ. അതാണ് സുസ്മിതയെ പറയുന്നത്. UK രാജശേഖരൻ്റെയും പേരും പറഞ്ഞ് നിൽക്കുന്നതിന് പകരം നീ നിൻ്റെ സ്വഭാവം നന്നായി ജീവിച്ചതെങ്കിൽ ഇങ്ങനെ ഈ അവസരത്തിൽ നിനക്ക് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കേണ്ട ഒരു അവസരം നിനക്ക് വരത്തില്ലായിരുന്നല്ലോ എന്ന് ശാലിനി കൂടെ പറയുമ്പോഴത്തേക്ക് എന്താണ് ആ ജയിലർ ചോദിക്കുന്നത്, മാഡത്തിന് അറിയോ സുസ്മിതേ? പിന്നെ നല്ല പോലെ അറിയാം അല്ലേ സുസ്മിതേ, ഞങ്ങൾ പണ്ട് തൊട്ടേ നല്ല പരിചയക്കാരാണ്. അറിയാമെന്നൊക്കെ പറഞ്ഞ കാര്യം മാഡം. ഇവളെ കൊണ്ട് ഇവിടെ ഭയങ്കര ശല്യമാണ്, ഞാൻ ഭയങ്കര ശല്യമാണ്. പിന്നെ എന്ത് ചെയ്യാനാ, ഇവിടെ മറ്റുള്ള ആൾക്കാരെ പോലെ വെച്ച് അഹങ്കാരം തൻ്റെ ഇടം കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ മാഡത്തിൻ്റെ മുന്നിൽ വന്ന് ഈ പാക്കറ്റ് വെടിക്കാൻ പോലും വരാതിരുന്നത് ബാക്കി എല്ലാവരും വന്നിട്ടും. പിന്നെ ഇവിടെ എന്താണ് ജയിലിൽ കഴിയുന്ന പോലെയാണ് കഴിയുന്നത്. അപ്പം അതിൻ്റെ കുറവുകളൊന്നും ഇല്ലാത്തതിൻ്റെയാണ് ഈ അഹങ്കാരം കുറച്ചും കൂടെ തലയിൽ കയറിയിരിക്കുന്നത്. ജയിലിൻ്റെ റൂമാന്നേ ഉള്ളൂ, എന്തൊക്കെ സുഖസൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. സുഖസൗകര്യങ്ങൾ സുസ്മിതയ്ക്കോ ജയിലിലോ? എന്നിട്ട് ഷാനി എനിക്കതൊന്നും കാണല്ലോ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് സുസ്മിതയുടെ ജയിലിലെ റൂം കാണാൻ വേണ്ടി പോകണം. അപ്പോൾ ജയിലിലെ റൂം കാണുമ്പോൾ ഷാലിനി ഞെട്ടിപ്പോ, ഇതിപ്പം ജയിലാണോ 5 സ്റ്റാർ ഹോട്ടലാണോ സുസ്മിതേ? ഇത്ര സൗകര്യങ്ങളിൽ ജീവിക്കുന്നതിൻ്റെ പേര് ജയിൽ ശിക്ഷ എന്നല്ലല്ലോ. ജയിൽ ശിക്ഷ എന്ന് പറയുമ്പം ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിക്ക് ഇത്ര സുഖസൗകര്യം കൊടുത്താൽ അതിനെ പിന്നെ ഏത് രീതിയിലെ ശിക്ഷയെന്ന് കണക്കൂട്ടാൻ പറ്റുന്നത്? എന്നിട്ട് ശാലിനി എന്താണെന്നറിയാം,
ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇപ്പം ഈ മിനിറ്റ് തന്നെ ഇതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ സാമഗ്രികളും എടുത്ത് പുറത്തിട്ടേക്കണം. സുസ്മിത സാധാരണ ജയിലിൽ എല്ലാവരും എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ തന്നെ ജീവിച്ചാൽ മതി എന്ന് ശാലിനി പറയാം. അത് മാഡം MLAയുടെ ആളാണ്, പിന്നെ ACP ചന്ദ്രബോസിൻ്റെ കാര്യം എടുത്ത് നിങ്ങൾ കാണാം. MLAയുടെ കാര്യമല്ലേ, MLAയോട് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി ശാലിനി വിഷ്ണു ISൻ്റെ ഓർഡറാണ് ഈ പറയുന്ന ഈ ജയിൽ റൂമിനകത്തുള്ള എല്ലാവിധ സൗകര്യങ്ങളും മാറ്റിക്കൊടുത്ത് സാധാ ജയിൽവാസിയെ പോലെ തൻ്റെ പാർട്ടിയുള്ള വ്യക്തിനെയും കൂടെ കിടത്താനേ ശാലിനി ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. അപ്പം കളക്ടറിൻ്റെ ഓർഡറാന്ന് പറയും. പിന്നെ MLA അതിന് വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ നാട്ടിൽ MLAക്ക് മേളിൽ ആൾക്കാരുണ്ടല്ലോ. ജയിലിൽ VIP കൾച്ചർ തൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്നത് അത് സമൂഹത്തിന് നല്ല നടപടി അല്ല എന്ന കാര്യം നമുക്ക് MLAക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതുകൊണ്ട് ഇത് എൻ്റെ ഓർഡറാണ്, അതനുസരിച്ച് മാത്രം മതി എന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്താണ് ജയിലിനകത്തുള്ള കട്ടിലും അതുപോലെ സുസ്മിതയ്ക്ക് കൊടുത്തത് ഇന്ന് വരെ കൊണ്ടുവന്ന എല്ലാ സൗകര്യം എടുത്ത് മാറ്റിയിട്ട് സാധാ ഒരു ജയിൽ റൂം പോലെ ആകുമ്പോൾ ശാലിനിയുടെ മുന്നേ പറയും, ശാലിനി ഇതൊന്നും ഈ കാണിക്കുന്നത്, ഇതൊരു കഷ്ടമുണ്ട് കേട്ടോ, നീ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ വന്നതാണോ എന്ന് ചോദിക്കും. പറയുന്നത് ഞാൻ നിന്നെ ഉപദ്രവിക്കാനല്ല സുസ്മിത, നീ എന്നോട് ചെയ്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ഉപദ്രവമായിട്ട് കണക്കി കൂട്ടാൻ പറ്റും, ഇതൊക്കെ അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ ഡോസ് അല്ലേ എന്ന് പറയുമ്പോൾ ശാലിനി നീ ചെയ്യുന്നതൊക്കെ നീ അനുഭവിക്കും. അകത്ത് ചെന്നിട്ട് നിനക്ക് ഇപ്പോഴും ആ കോൺഫിഡൻസ് ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഷാനിയും സുസ്മിതയും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ട് നിൽക്കുന്ന കാണിച്ചാണ് നെക്സ്റ്റ് എപ്പിസോഡ് എന്നെയും തന്നെ. അപ്പോൾ ഇതാണ് ഇനി കാണിക്കാൻ വന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡ് വരും. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കമൻറ്റ് സെക്ഷൻ ആരും മറക്കണ്ട. ബൈ.